Hello everyone. Today we will discuss various payment failures in flexible payment and rigid payment and their causes. നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെ എന്താണ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്, എന്താണ് റിജിഡ് പേയ്മെന്റ്. ഫ്ലെക്സിബിൾ പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ്. ഏറ്റവും ബോട്ടത്തിൽ ഒരു സബ്ഗ്രേഡ് അല്ലെങ്കിൽ നാച്ചുറൽ സോയിൽ, അതിന് തൊട്ട് മുകളിൽ സബ് ബേസ് ലെയർ, അതിനു മുകളിൽ ബേസ് കോഴ്സ്, അതിനു മുകളിൽ സർഫസ് കോഴ്സ്, അതിന് ടോപ്പിൽ ഒരു സർഫസ് ഡ്രസ്സിംഗ്. ഇങ്ങനെ ഒരു ലെയേർഡ് സ്ട്രക്ചറാണ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ ഗ്രെയിൻ ടു ഗ്രെയിൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലക്ചറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവ് അല്ലെങ്കിൽ സീറോ ആണ്. അതേസമയം റിജിഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഹൈ ഫ്ലക്ചറൽ സ്ട്രെങ്ത് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സബ് ബേസിന് മുകളിൽ റെസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് സ്ലാബ്, അതാണ് റിജിഡ് പേയ്മെന്റ്. ലോഡ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ ബീം ആക്ഷൻ ഓർ ബൈ സ്ലാബ് ആക്ഷൻ ആണ്. ഇതിന് രണ്ടിൻ്റെയും പിക്ചറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ബിറ്റുമൻ അല്ലെങ്കിൽ ടാറിട്ട പേയ്മെന്റ് ഒക്കെ ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ വരുന്നു. കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ വരുന്ന പേയ്മെന്റ് റിജിഡ് പേയ്മെന്റിൽ വരുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോഴോ ഒക്കെ റോഡിൽ കുറേ പോട്ട് ഹോൾസും അതുപോലെ തന്നെ ക്രാക്സും ഒക്കെ കാണാറുണ്ട്. അതൊക്കെയാണ് ഈ ഡിസ്ട്രസ് അല്ലെങ്കിൽ പേയ്മെന്റ് ഫെയിലർ അല്ലെങ്കിൽ പേയ്മെന്റ് ഡിസ്ട്രസ് എന്ന് പറയുന്നത്. So, what are the general causes of payment failure? Payment failure may occur due to defect in quality of materials used. അതിപ്പോൾ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണെങ്കിൽ അതിൽ ഓരോ ലെയറിലും അഗ്രഗേറ്റ്, ബിറ്റുമൻ, അതുപോലെ തന്നെ സബ്ഗ്രേഡ്, അതിൻ്റെ ക്വാളിറ്റി, ബിറ്റുമൻ്റെ ക്വാളിറ്റി. കോൺക്രീറ്റ് പേയ്മെന്റ് ആണെങ്കിൽ കോൺക്രീറ്റ് മിക്സിൻ്റെ, കോൺക്രീറ്റ് സ്ലാബിൻ്റെ, അതിൻ്റെ അഗ്രഗേറ്റഡ് ബേസിൽ വരുന്നത് സബ്ഗ്രേഡ്. അങ്ങനെ ഓരോ മെറ്റീരിയലിൻ്റെയും ക്വാളിറ്റിയിലെ ഡിഫക്ട്സ് മൂലം പേയ്മെന്റ് ഫെയിലർ ഉണ്ടാകാം. Also due to defects in construction method and quality control during construction, inadequate surface or subsurface drainage in the locality, increase in magnitude of field load, settlement of foundation of embankment of the fill material itself, also due to environmental and climatic factors like heavy rainfall, soil erosion, high water table, snowfall, etc. ഇത്രയാണ് ഒരു പേയ്മെന്റിന്റെ ജനറൽ causes for failure നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നത്. Now we will discuss failures in flexible and rigid payments separately. Flexible paymentൽ വരുന്ന typical failures 7 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Alligator cracking, consolidation of payment layer, shear failure and cracking, longitudinal crack, frost heave, lack of binding with lower layer, റിഫ്ലക്ഷൻ ക്രാക്കിംഗ്. ഇത്രയും 7 ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, അലിഗേറ്റർ ക്രാക്കിംഗ് ഓർ മാപ്പ് ക്രാക്കിംഗ്. റിപ്പീറ്റഡ് ആയിട്ട് ഹെവി ലോഡ് വരുമ്പോഴത്തേക്ക് പേയ്മെന്റ് ലെയേഴ്സിന്റെ റിലേറ്റീവ് മൂവ്മെന്റ് കാരണമാണ് അലിഗേറ്റർ ക്രാക്കിംഗ് അല്ലെങ്കിൽ മാപ്പ് ക്രാക്കിംഗ് ഉണ്ടാകുന്നത്. This is caused by the repeated application of heavy wheel load resulting in fatigue failure or due to moisture variation resulting in swelling and shrinkage of subgrade and other pavement materials. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. Next, consolidation of pavement layer or longitudinal rut. സെയിം വീൽ പാത്തിൽ കൂടെ തന്നെ ലോഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ക്യുമുലേറ്റീവ് ഡീഫോർമേഷനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റഡ് അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഓഫ് പേയ്മെന്റ് ലെയർ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷിയർ ഫെയിലിയർ ആൻഡ് ക്രാക്കിംഗ്. ഷിയർ ഫെയിലിയേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് വീക്ക്നെസ് ഓഫ് പേയ്മെന്റ് മിക്സ്ചർ. ചില കേസസിൽ എക്സസീവായിട്ട് ലോഡ് വരുമ്പോഴും അതുപോലെ തന്നെ പേയ്മെന്റ് മിക്സ്ചർ വീക്ക് ആണെങ്കിലും ഒക്കെ ഷിയർ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അങ്ങനത്തെ കേസസിൽ പേയ്മെന്റ് സ്ട്രക്ചറിൽ പെട്ടെന്ന് സഡനായിട്ടൊരു ഡിസ്ട്രപ്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ചർ വരുന്നു.
അതിനെയാണ് ഷിയർ ഫെയിലർ അല്ലെങ്കിൽ ഷിയർ ഫെയിലർ ആൻഡ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ സ്ലൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് ഫ്രോസ്റ്റ് ആക്ഷൻ മൂലവും അതുപോലെ തന്നെ സബ്ഗ്രേഡിലെ ഡിഫറൻഷ്യൽ വോളിയം ചേഞ്ച് മൂലവും ത്രൂ ഔട്ട് ദ ഫുൾ പേയ്മെന്റ് തിക്നെസ് ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് ഉണ്ടാകുന്നു. ഫ്രോസ്റ്റ് ഹീവിങ്ങും ഷിയർ ഫെയിലിങ്ങും മിക്കവാറും കേസിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഷിയർ ഫെയിലറിൽ അപ്ഹീവൽ പോർഷന് തൊട്ട് ഫോളോ ചെയ്ത് തന്നെ ഒരു ഡിപ്രഷൻ കൂടി വരുന്നു. പക്ഷേ ഫ്രോസ്റ്റ് ഹീവിൻ്റെ കേസിങ്ങിൽ ഇതൊരു ലോക്കലൈസ്ഡ് ഹീവിങ് അപ്പ് ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ബൈൻഡിങ് വിത്ത് ലോവർ ലെയർ അല്ലെങ്കിൽ സ്ലിപ്പിംഗ്. സർഫസ് ലെയർ അതിന് തൊട്ട് താഴെയുള്ള ബേസുമായിട്ട് നന്നായിട്ട് ബൗണ്ട് അല്ല, കീഡ് അല്ല എന്നുണ്ടെങ്കിലാണ് ഈ ലാക്ക് ഓഫ് ബൈൻഡിങ് ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ കേസിൽ അതിൻ്റെ സർഫസ് ഓപ്പൺ അപ്പ് ആവുന്നു, അതുവഴി പേയ്മെൻറ്റ് മെറ്റീരിയൽസ് ലോസ് ആവുന്നു. ഇങ്ങനെ പോട്ട് ഹോൾസ്, പാച്ചസ് ഒക്കെ പേയ്മെൻറ്റിൽ ഡെവലപ്ഡ് ആവുന്നു. അത് ഉടനെ തന്നെ പാച്ച് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ വലിയ ഡിസ്ട്രസ്സിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. റിഫ്ലക്ഷൻ ക്രാക്കിംഗ് ഉണ്ടാകുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റിന് മുകളിൽ നമ്മൾ ബിറ്റുമിനസ് ഓവർലേ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് റിഫ്ലക്ഷൻ ക്രാക്കിംഗ് ഉണ്ടാകുന്നത്. സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റിന് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ക്രാക്ക് പാറ്റേൺ അതേപടി ബിറ്റുമിനസ് സർഫസിങ്ങിലൂടെ സെയിം പാറ്റേണിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതാണ് റിഫ്ലക്ഷൻ ക്രാക്കിംഗ്. Next, shear failure and cracking. Shear failures are associated with weakness of pavement mixture. ചില കേസസിൽ എക്സസീവായിട്ട് ലോഡ് വരുമ്പോഴും അതുപോലെ തന്നെ പേയ്മെൻറ്റ് മിക്സ്ചർ വീക്ക് ആണെങ്കിലും ഒക്കെ ഷിയർ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അങ്ങനത്തെ കേസസിൽ പേയ്മെൻറ്റ് സ്ട്രക്ചറിൽ പെട്ടെന്ന് സഡനായിട്ടൊരു ഡിസ്ട്രപ്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ചർ വരുന്നു. അതിനെയാണ് ഷിയർ ഫെയിലർ അല്ലെങ്കിൽ ഷിയർ ഫെയിലർ ആൻഡ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ സ്ലൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വേരിയസ് ഫെയിലർ ഇൻ റിജിഡ് പേയ്മെൻറ്റ്. 5 ഫെയിലർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്കെയിലിംഗ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ്, ഷ്രിങ്കേജ് ക്രാക്ക്, സ്പാലിംഗ് ഓഫ് ജോയിൻറ്റ്, വാർപ്പിംഗ് ക്രാക്ക് ആൻഡ് മഡ് പമ്പിംഗ്. ഇങ്ങനെ 5 എണ്ണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മഡ് പമ്പിംഗ്. First, scaling of cement concrete. Scaling is observed in cement concrete pavement, showing overall deterioration of the concrete. It's mainly attributed due to deficiency in the mix or presence of some chemical impurities which may damage the mix. Further, ഇപ്പം എക്സസീവ് വൈബ്രേഷൻ്റെ കേസിലാണെങ്കിൽ സിമെൻറ്റ് മോട്ടാർ പേയ്മെൻറ്റിൻ്റെ ടോപ്പിലോട്ട് വരുന്നു ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ. അങ്ങനെ സിമെൻറ്റ് മോട്ടാർ ഗെറ്റ്സ് അബ്രേഡഡ് ആൻഡ് അങ്ങനെ അഗ്രഗേറ്റ്സ് എക്സ്പോസ്ഡ് ആവുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് സർഫസ് എന്ന് പറയുന്നത് റഫ് ആൻഡ് ഷാബി ഇൻ അപ്പിയറൻസ് ആയിരിക്കും. ഇതാണ് സ്കെയിലിംഗ് ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന ഡിസ്ട്രസ്. നെക്സ്റ്റ്, ഷ്രിങ്കേജ് ഓഫ് ക്രാക്ക്. സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ക്യൂറിങ് ഓപ്പറേഷന് കൊടുക്കുന്നു, ക്യൂർ ചെയ്യുന്നു കോൺക്രീറ്റ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഷ്രിങ്കേജ് ക്രാക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ഡിസ്ട്രസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ്, സ്പാലിംഗ് ഓഫ് ജോയിൻറ്റ്. കോൺക്രീറ്റ് പേയ്മെൻറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ പ്രീഫോംഡ് ഫില്ലർ മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യാറുണ്ട്. ബട്ട് അത് ശ്രദ്ധിക്കാതെ സംഭവം ഇറ്റ് മേ ബി ഡിസ്ലൊക്കേറ്റഡ്. അങ്ങനെ ഫില്ലർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കാതെ വിതൗട്ട് നോട്ടീസിങ് ഇറ്റ് നമ്മളത് കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഫോൾട്ടി അലൈൻമെൻറ്റ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റാണ് സ്പാലിംഗ് ഓഫ് ജോയിൻറ്റ്. ഇറ്റ് ഷോസ് ക്രാക്സ് ഇൻ ജോയിൻറ്റ്. നെക്സ്റ്റ്, വാർപ്പിംഗ് ക്രാക്സ്. വാർപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ ഡെയിലി വേരിയേഷൻ മൂലം കോൺക്രീറ്റ് സ്ലാബിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് വാർപ്പിംഗ് സ്ട്രെസ്. കോൺക്രീറ്റ് പേയ്മെൻറ്റിലെ ജോയിൻറ്റ്സ് ഈ വാർപ്പിംഗ് സ്ട്രെസ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സ്ലാബിൻ്റെ എഡ്ജസിൽ എക്സസീവ് വാർപ്പിംഗ് സ്ട്രെസ് മൂലം ക്രാക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്.
നെക്സ്റ്റ് മഡ് പമ്പിങ്. മഡ് പമ്പിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡ്യൂ ടു ആപ്ലിക്കേഷൻ ഓഫ് റിപ്പീറ്റഡ് ലോഡ്, ഇനിഷ്യൽ സ്പേസസ് ആർ ഡെവലപ്ഡ് അണ്ടർനീത്ത് ദ പേയ്മെൻറ്റ് സ്ലാബ്. ഈ സ്പേസിലേക്ക് ജോയിൻസ്, ക്രാക്സ്, എഡ്ജസ് അതുപോലുള്ള സ്പേസിൽ കൂടി വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കിടക്കുന്നു. സിൻസ് ഈ സോയിൽ എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻഡ് ടൈപ്പ് ആയിരിക്കും, അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത വാട്ടറും ഈ ഫൈൻ ഗ്രെയിൻഡ് സോയിലും കൂടി മിക്സ് ചെയ്ത് ഒരു സോയിൽ സ്ലറി ഓർ സോയിൽ സസ്പെൻഷൻ ഇൻ വാട്ടർ ഓർ മഡ് ഫോമാറ്റിലേക്ക് മാറുന്നു. ഇങ്ങനെ സബ്സീക്വൻ്റ് ആയിട്ട് ഹെവി ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് സ്ലാബ് ഓരോ സൈഡിലും ഡിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ജോയിൻസിൻ്റെയും ക്രാക്കിൻ്റെയും സ്പേസിൽ കൂടി ഈ സോയിൽ സ്ലറി ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ സോയിൽ സബ് ഗ്രേഡിലെ സോയിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇറ്റ് ലീഡ് ടു കണ്ടിന്യൂസ് ലോസ് ഓഫ് സബ് ഗ്രേഡ് സപ്പോർട്ട്. അങ്ങനെ ഈ വി ലോഡ് സ്ട്രെസ്സിനെ ക്യാരി ചെയ്യാൻ ആവശ്യമായ സപ്പോർട്ട് ഇതിനില്ലാതാവുന്നു. അങ്ങനെ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ദ പേയ്മെൻറ്റ് ഫെയിൽ. The pavement cracking due to mud pumping is generally a progressive type of failure in rigid pavement. മഡ് പമ്പിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മൂന്നെണ്ണമാണ്. എക്സ്റ്റെൻഡ് ഓഫ് സ്ലാബ് ഡിഫ്ലക്ഷൻ, ടൈപ്പ് ഓഫ് സബ്ഗ്രേഡ് സോയിൽ, എമൗണ്ട് ഓഫ് ഫ്രീ വാട്ടർ. മഡ് പമ്പിങ്ങിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീലിലോട്ട് പോകുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഈ പേയ്മെൻറ്റ് സ്ലാബിൻ്റെ അടിയിൽ ചെറിയ സ്പേസസ് ഡെവലപ്പ് ചെയ്യുന്ന ക്രാക്സ് അതുപോലെ തന്നെ ജോയിൻസിൻ്റെ സ്പേസിൽ കൂടി വാട്ടർ എക്സസ് ആയിട്ട് വരുന്നത് താഴോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഈ സ്പേസിൽ എത്തുന്നു. ഈ സ്പേസിൽ കൂടുതലും ഫൈൻ ഗ്രേഡ് സോയിലായിരിക്കും. അങ്ങനെ ഈ സോയിലും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഒരു സോയിൽ സ്ലറി മഡ് ഫോമാറ്റിലോട്ട് മാറുന്നു. ഹെവി ലോഡ് അപ്ലൈ ചെയ്ത് പോകുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ക്രാക്ക് ജോയിൻ സ്പേസിൽ കൂടി ഈ സോയിൽ സ്ലറി എജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് സോയിൽ സബ് ഗ്രേഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഉണ്ടാവുന്നു. അങ്ങനെ വീൽ ലോഡ് സ്ട്രെസ്സിനെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ക്രാക്സ് ഉണ്ടാകുന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഫെയിൽ ആവുന്നു.